അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ പറഞ്ഞു വന്നത് കുറുവ ദ്വീപല്ല, കുറുവ മോഷണ സംഘം. ഈ കുറുവ മോഷണ സംഘം ആലപ്പുഴയിൽ ഭീതി പടർത്തിയ വാർത്തയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിനിടയ്ക്കാണ് നമ്മൾ സരിനിലേക്ക് പോയത്. ശരത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരത്തിന് തുടരാം. ഇന്നലെ ഈ സംഘത്തെ പിടികൂടാൻ ഒരു ചെറുപ്പക്കാരൻ ശ്രമിച്ചെന്നും ആ ചെറുപ്പക്കാരനെ ഈ സംഘം അടിച്ചു വീഴ്ത്തിയെന്നും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് അതിനകത്തെ ഒരു വസ്തുത ശരത്? അരുൺകുമാർ, ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ആലപ്പുഴ പുന്നപ്രയ്ക്ക് സമീപം ചിന്മയ സ്കൂളിന് പുറകുവശത്തായി ഒരു മോഷ്ടാവിനെ കണ്ടത് എന്നുള്ളത് പറയുന്നത്. ബിപിൻ ദാസ് എന്ന യുവാവാണ് ഈ മോഷ്ടാവിനെ കണ്ടത്. സംഭവം എന്താണ് ഇന്നലെ ഉണ്ടായത്? രാത്രി ഫുഡ് മേടിക്കുമ്പോൾ വെള്ളിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരാളെ റോഡിൽ ഷർട്ടില്ല, മുഖം മാസ്കിങ് തോർത്ത് പോലെ എന്തോ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുറകെ ചെന്ന് വിളിച്ചപ്പോൾ എണ്ണ വരട്ടിയിട്ടുണ്ടായിരുന്നു. എണ്ണ ഞാൻ പിടിച്ചപ്പോൾ ആളെ കിട്ടുന്നില്ല. ഓടാൻ നോക്കിയപ്പോഴും ഇതിനിടി സമയത്തും കാരണം തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന നോക്കില്ല, നമുക്ക് ആളെ പിടിച്ചാൽ കിട്ടില്ല. കാരണം ഒരു ഓയിൽ പോലെ എന്തോ. അങ്ങനെ സംശയം വരാൻ കാരണം വസ്ത്രമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. വസ്ത്രമില്ല, മാത്രമല്ല വസ്ത്രമില്ലാത്ത ആൾ മുഖം കെട്ടി കണ്ണ് മാത്രം ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് റോഡിൽ വന്ന് നിൽക്കില്ലല്ലോ. അത് ആ ഒരു നേരത്ത് എന്നാൽ അങ്ങനെ ഒരാൾ അയൽവാസിയാണെങ്കിലും നാട്ടുകാരാണെങ്കിലും വിളിച്ചാൽ തിരിഞ്ഞെങ്കിലും നോക്കൂല, ഏത് ഭാഷയിലായാലും. നിങ്ങളെ ആക്രമിക്കുകയാണ് ചെയ്തത്? ഓടാൻ നോക്കിയപ്പോൾ ഞാൻ പിടിക്കുകയാണ് ചെയ്തത്. പിടിച്ച് എൻ്റെ ഈ ദളവുണ്ട് കളരിയുടെ രീതിയിൽ മൂക്കിനിടിച്ചപ്പോഴാണ് ബ്ലഡ് വീണു. അപ്പോഴാണ് തള്ളി മാറ്റി ഓടാൻ വേണ്ടിയിട്ട് കല്ലിന് വീശി ചുണ്ടിൽ ചെറുതായിട്ടൊന്ന് കൊള്ളുകയും ചെയ്തു. പരിക്കുണ്ടല്ലേ? ചെറിയൊരു പരിക്കുണ്ട്. അപ്പോഴും അതിനുശേഷം പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. ഒരു 10 മണിക്കുള്ളിൽ അവർ വരികയും ചെയ്തു. അതായത് ബിപിൻ ബോസ് പറയുന്നത് ഇന്നലെ രാത്രി ഈ ഒരു മോഷണ സംഘം ഇവിടെ എത്തി യുവാവിനെ ആക്രമിച്ചു, ഈ ബിപിൻ ബോസിനെ ആക്രമിച്ചു എന്നുള്ളതാണ്. എന്തായാലും നാട്ടുകാരുൾപ്പെടെ വലിയ ഭീതിയിലാണ്. ഇവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്കൊപ്പമുണ്ട്. ചേച്ചി, വാതിലൊക്കെ കടകടച്ചില്ലേ കിടക്കുന്നത്? അതെ അതെ, കഥമൊക്കെ അടച്ചിട്ടാ കുഞ്ഞാ കിടക്കുന്നത്. പേടിയുണ്ടോ? പേടിയുണ്ട്. പിന്നെ എല്ലാവർക്കും ജീവന് പേടിയില്ലേ, കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതാ കുഞ്ഞ്. പിന്നെ കഥകൊക്കെ അവര് വിചാരിയൊക്കെ ഇളക്കി വെച്ചിട്ടാ കേറുന്നെന്നാ പറയുന്നത്. നമ്മൾ കണ്ടില്ല, പറയുന്നത് അങ്ങനെയാ. അപ്പൊ നമുക്ക് പേടി വരാതിരിക്കുവോ? ഇന്നലെ രാത്രി സംഭവം അറിഞ്ഞിരുന്നു. മോന്റെ കൂട്ടുകാരൻ വന്ന് വീട്ടിൽ വന്ന് മോനെ വിളിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേക്കും റോഡ് നിറച്ച ആളും പോലീസും ഡോഗും എല്ലാം ഉണ്ട്. ഡോഗൊക്കെ ഞങ്ങളുടെ വാതൊക്കെ പോലീസുകാർ കൊണ്ടുവന്നിട്ട് ഭയങ്കര സ്പീഡിൽ അത് ഓടിപ്പോയി. ഈ കള്ളം പോയ വഴി എങ്ങാണ്ടാണ് അത് പോയിട്ടുള്ളത്. കള്ളന്മാര് കൂടുതൽ സ്ഥലങ്ങൾക്ക് കയറുന്നത് കൊണ്ടേ നിങ്ങൾ എന്തെങ്കിലും കരുതലൊക്കെ എടുക്കുന്നുണ്ടോ? വാതിലൊക്കെ ഞങ്ങള് കരുതലൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങള് പിന്നെ അരിവായും പിന്നെ പാരയൊക്കെ എടുത്ത് കട്ടിലിന്റെ അടിയിലും മെള്ളിലും ഒക്കെ വെച്ചോണ്ടാണ് കിടക്കുന്നത് പേടിച്ചിട്ട്. അതെ, കമ്പിപ്പാറയൊക്കെ എടുത്ത് വീട്ടിനകത്ത് കാത്തിരിക്കുകയാണ്. എന്തായാലും ശരത്തെ അവരുടെ ആ ഒരു ധൈര്യത്തെ നമ്മൾ സംബന്ധിച്ചു കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രികാലങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഇതുവരെ പരിചയമില്ലാത്ത ശബ്ദങ്ങൾ, ചിലപ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ പോലെ വന്നേക്കാം. അത് മൊബൈൽ ഫോണിൽ കേൾപ്പിക്കുന്നതാണ്, അതല്ലെങ്കിൽ വെള്ളം ഒഴുകുന്നതായിട്ട് ശബ്ദം കേൾപ്പിക്കാം. ഇങ്ങനെ ശബ്ദങ്ങൾ കേൾപ്പിച്ച് ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളെ വാതിലിന് പുറത്തേക്ക് എത്തിച്ച് അടിച്ചു വീഴ്ത്തി ആ വാതിൽ വഴി ഉള്ളിലേക്ക് കടക്കുകയാണ് കുറുവാ സംഘങ്ങളുടെ ഒരു രീതി. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആലപ്പുഴയിലും എറണാകുളത്തും ഈ സംഘം ഇറങ്ങിയിട്ടുണ്ട്. നമസ്കാരം. അതാ